നമസ്കാരം. എല്ലാ ദിവസവും രാവിലെ ഏറെക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. പുതിയൊരു ആഴ്ചയിലേക്ക് നമ്മൾ കടന്ന് വരികയാണ്. ഇന്ത്യ വിക്സ് 15 മുകളിലാണുള്ളത്. ഇലക്ഷൻ ഏപ്രിൽ മാസം ഉണ്ടാവും. അതുവരെ മാർക്കറ്റിൽ ഒരു വോളറ്റിലിറ്റി നിലനിൽക്കുമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. നമ്മളെ മാർക്കറ്റ് കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റ് ഡോയും നാസ്ഡാക്കും റെഡിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. എന്നാൽ യൂറോപ്യൻ മാർക്കറ്റ് ആവട്ടെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മളുടെ മാർക്കറ്റിലേക്കും ഇപ്പോഴുള്ള ഗ്ലോബൽ മാർക്കറ്റിലേക്കും എല്ലാം തന്നെ തിരികെ എത്താം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റിൽ തന്നെ നോക്കാം. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റിൽ പൊതുവെ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഇതുവരെ ഇല്ല. കൂടാതെ തന്നെ ഡോ ഫ്യൂച്ചർ ഏറ്റവും താഴെ കാണാൻ ഡോ ഫ്യൂച്ചർ 32 പോയിൻറ്റിൻ്റെ ഫ്ലാറ്റായ രീതിയിൽ ട്രേഡിംഗ് തുടരുന്നുണ്ട്. ഏറ്റവും ടോപ്പിൽ ഗോൾഡ് $2013 പെർ ഔൺസ് എന്ന നിലയിലും, തൊട്ട് താഴെ ചൈന, ഓസ്ട്രേലിയ, ചൈന, കൊറിയ, ജപ്പാൻ തുടങ്ങിയ മാർക്കറ്റുകളെല്ലാം തന്നെ ഫ്ലാറ്റായ രീതിയിൽ ട്രേഡിങ് തുടരുന്നത് കാണാൻ സാധിക്കും. ബിറ്റ്കോയിൻ 52,155 ഒരു റാലി ഉണ്ടാക്കി ബിറ്റ്കോയിൻ ശക്തമായൊരു രീതിയിലേക്ക് മുന്നോട്ട് പോവുകയാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കുമ്പോൾ നിഫ്റ്റിയുടെ സ്പോട്ട് നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത് 22,040 എന്ന റേഞ്ചാണെങ്കിൽ 22,000 തന്നെയാണ് മേജർ സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യുന്നത്. എന്നാൽ വളരെ അടുത്ത് തന്നെ 22,100 മുതൽ റെസിസ്റ്റൻസ് സോണുകളുണ്ട്. PCR 0.9 എന്ന നിലയിലാണ് നിഫ്റ്റിയുടെ നിൽപ്പ്. നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ബുധനാഴ്ച വരും. ബാങ്ക് നിഫ്റ്റി 46,384 ബാങ്ക് നിഫ്റ്റിയുടെ സ്പോട്ടുള്ളത്. 46,000 മേജർ സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. വലിയ ഒരു ഗ്രീൻ ബാർ കാണാം. 47 മേജർ റെസിസ്റ്റൻസ് സോണായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. വലിയൊരു റെഡ് ബാർ കാണാം. PCR 0.9 ആണ്. അപ്പോൾ PCR എന്താണ് എന്ന് വ്യക്തമായിട്ട് നമ്മൾ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 2 ആഴ്ച മുമ്പുള്ള ദിവസം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഗ്ലോബൽ ഈവൻറ്റിൽ ഇന്ന് US മാർക്കറ്റ് അവധിയാണ്. USലെ വാഷിങ്ടൺ ബർത്ത്ഡേ ആയതുകൊണ്ട് മാർക്കറ്റ് അവധിയാണ്. ഗ്ലോബൽ മാർക്കറ്റിൽ നാളെ ചൈനയിലെ ലോൺ പ്രൈം ഡേറ്റാസ് എല്ലാം തന്നെ വരുന്നുണ്ട്. യൂറോസോണിൻ്റെ ഇൻഫ്ലേഷൻ ഡേറ്റാസും കൂടാതെ തന്നെ യൂറോ ഗ്രൂപ്പ് മീറ്റിങ്ങും USലെ FOMC മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ് എല്ലാം തന്നെ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. അതെല്ലാം തന്നെ നമ്മൾ ഇന്നലെ മാർക്കറ്റ് ഔട്ട്ലുക്കിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതേ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ട് എല്ലാ ദിവസവും നമ്മുടെ ട്രേഡ് ബഡി ടാബിലുണ്ടാവും, ഗ്ലോബൽ ഈവൻറ്റിലുണ്ടാവും. ട്രേഡ് ബഡി ടാബിലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുമാത്രമല്ല ഡിവിഡൻഡ് ഡീറ്റെയിൽസും എല്ലാം തന്നെ അതിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇനി FISൻ്റെ കാര്യത്തിലേക്ക് വരാം. FIS കഴിഞ്ഞ ആഴ്ചയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഏകദേശം 3 ദിവസം അവർ ബൈ നടത്തിയിട്ടുണ്ട്. പക്ഷേ സെല്ല് 2 ദിവസം നടത്തി 6,000 കോടി രൂപക്ക് സെല്ല് നടത്തി. പൊതുവേ അവർ സ്ലൈറ്റ്ലി സെല്ലിംഗ് മോഡിൽ തന്നെയാണ് ഉള്ളത്. ഇൻഡെക്സ് ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ അവർ കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം 62% ഷോർട്ട് പൊസിഷനും 38% ലോങ് പൊസിഷനുമാണ് കീപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഇൻഡെക്സ് ഫ്യൂച്ചറിൽ കാതലമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഇതുവരെ അവർ നടത്തിയിട്ടില്ല. ക്യാഷ് മാർക്കറ്റിൽ വളരെ അഗ്രസീവായിട്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മൾ റീറ്റെയിൽ എന്ന നിലയിൽ FISലുണ്ടാവുന്ന അവരുടെ ക്യാഷ് മാർക്കറ്റിലെയും അവരുടെ ഇൻഡെക്സ് ഫ്യൂച്ചറിലെയും ആക്ടിവിറ്റീസ് കീനായിട്ട് വാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. നമ്മൾ റിലയൻസായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ന്യൂസ് നമ്മൾ ഇന്നലെ കണ്ടു. റിലയൻസ് എല്ലാം തന്നെ 1 ട്രില്യൺ മാർക്കറ്റ് ക്യാപ്പിലേക്ക് എത്തുകയാണ് എന്നുള്ള ന്യൂസ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. ഇന്നലെ വൈകിട്ട് എല്ലാ ദിവസവും പോസ്റ്റ് മാർക്കറ്റിൽ നമ്മൾ ഒരു കൂട്ടം സ്റ്റോക്കുകളുടെ ന്യൂസുകൾ ഡിസ്കസ് ചെയ്യും. പ്രീ മാർക്കറ്റിൽ നമ്മൾ ഒരു കൂട്ടം സ്റ്റോക്കുകളുടെ ന്യൂസ് ഡിസ്കസ് ചെയ്യും. ഇത് രണ്ടും ഇന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ പുതിയ ന്യൂസുകളാണ് നമ്മൾ പൊതുവെ കളക്ട് ചെയ്യാറ്. ഇന്ന് ബൽറാമുൻ ചിനിയായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസാണ്. അവർ പോളി ആക്സിഡ് മാനുഫാക്ചറിങ് ബിസിനസ്സിലേക്ക് അവർ കടന്നു വരികയാണ് എന്നുള്ള ന്യൂസാണ്. ബൽറാമുൻ ചിനി ഒരു ഷുഗർ കമ്പനിയാണ്, ഷുഗർ ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഡോക്ടർ റെഡ്ഡി ഫാർമ സെക്ടറിലുള്ള ലീഡിങ് കമ്പനിയാണ്. ഇവർ നവോർട്ടിസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു ഫാർമ കമ്പനീനെ ഇവർ അക്വയർ ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. ഇന്ത്യയിൽ ഡൊമസ്റ്റിക് മേഖലയിൽ ബിസിനസ്സുകളെല്ലാം തന്നെ ശക്തിപ്പെടുത്താനായിട്ട് കമ്പനി തീരുമാനിക്കുന്നു എന്നുള്ള ന്യൂസാണ് ഡോക്ടർ റെഡ്ഡീനെ സംബന്ധിച്ചുള്ളത്. ക്വിസ് കോർപ്പറേഷനെ സംബന്ധിച്ചുള്ള ന്യൂസ്, ക്വിസ് കോർപ്പറേഷൻ ഇവർ 3 ഉപകമ്പനികളായിട്ട് വിഭജിക്കാനായിട്ട് കമ്പനി തീരുമാനമെടുക്കുന്നുണ്ട് എന്നുള്ള ന്യൂസാണ്. ഡീമർജാണ് കമ്പനി തീരുമാനമെടുക്കുന്നുള്ളത്. ഡിഫൻസ് സെക്ടറിലുള്ള ന്യൂസ്, ഡിഫൻസ് അക്വിസിഷൻ ഇന്നലെ നടന്നൊരു മീറ്റിങ്ങിൽ ഏകദേശം ഒരു 84,560 കോടി രൂപയുടെ ഒരു അക്വിസിഷൻ ഇന്ത്യൻ നേവീനെ, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പുതിയ അക്വിസിഷൻ, പുതിയ ആയുധങ്ങൾ വാങ്ങുന്ന
ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. പൊതുവേ ഇപ്പോൾ നടക്കുന്ന ഒരു രീതി ഇന്ത്യയിൽ തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്ന ആയുധങ്ങളാണ് കൂടുതൽ വാങ്ങുന്നത്. സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ ഡിഫൻസ് സെക്ടറിലുള്ള കമ്പനീസിന് ഇത്തരം ന്യൂസുകൾ ഗുണകരം ആകാറുണ്ട്. പേടിഎം ഇപ്പോൾ വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ന്യൂസാണ്. പേടിഎം RBI നോംസ് എല്ലാം തന്നെ പാലിക്കാത്തത് കൊണ്ട് പേടിഎം എല്ലാം തന്നെ 350 റേഞ്ചിലാണ് ഇപ്പോൾ പേടിഎം ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ പേടിഎം ലിസ്റ്റിംഗ് പ്രൈസിൽ നിന്ന് ഏകദേശം ഒരു 80% പേടിഎം ഇടിഞ്ഞു. പേടിഎം ഇപ്പോൾ ആക്സിസ് ബാങ്കായിട്ട് ഇവരുടെ മെർച്ചൻ്റ് പാർട്ട്ണർഷിപ്പ് ആക്സിസ് ബാങ്കിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നുള്ള ന്യൂസ്. ടിറ്റാഗ്രാഹ് റെയിൽ സിസ്റ്റം കമ്പനി, റെയിൽവേ ബന്ധപ്പെട്ടിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്യുന്ന കമ്പനിയാണ് ടിറ്റാഗ്രാഹ് റെയിൽ സിസ്റ്റം. അപ്പോൾ മിനിസ്റ്റർ ഓഫ് ഡിഫൻസിൽ നിന്ന് ഏകദേശം ഒരു 170 കോടി രൂപയുടെ സ്പെഷ്യലൈസ്ഡ് വാഗൺ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. സുല വൈൻയാർഡ് കമ്പനി ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള വൈൻ ബിസിനസ് ചെയ്യുന്ന കമ്പനിയും ആണ്. കൂടാതെ തന്നെ ഇവരുടെ മുന്തിരിത്തോട്ടങ്ങളിൽ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും. അത്തരത്തിൽ ഇവർ വൈൻ ടൂറിസവും ഇവർ നടത്തുന്നുണ്ട്, ബാംഗ്ലൂരെല്ലാം തന്നെ കേന്ദ്രമാക്കിയിട്ട്. അപ്പോൾ സുല വൈൻയാർഡ് കമ്പനിയിലൊരു ബ്ലോക്ക് ഡീല് വഴി ഇൻവെസ്റ്റ് ഏഷ്യ PT എന്ന് പറയുന്ന ഒരു മേജർ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി ഏകദേശം അവരുടെ 9% നിക്ഷേപം പിൻവലിക്കാനായിട്ട് കമ്പനി തീരുമാനിച്ചു. പിൻവലിക്കുക ഇൻ ദ സെൻസ് അവർ വിറ്റ് മാറാനായിട്ട് കമ്പനി തീരുമാനിച്ചു. ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി തീരുമാനിച്ചു എന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. ബജാജ് ഓട്ടോ ഇവരുടെ ഷെയർ ബൈ ബാക്ക് ഫെബ്രുവരി 29 റെക്കോർഡ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഷെയർ ബൈ ബാക്ക് കമ്പനിയുടെ സ്റ്റോക്കുകൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്നോ ടെൻഡർ വഴി നമ്മുടെ ഡിമാറ്റുകളിൽ നിന്നോ വാങ്ങുന്ന ഒരു സമ്പ്രദായമാണ് ഷെയർ ബൈ ബാക്ക്. ടാറ്റ പവർ കമ്പനി 800 കോടി രൂപയുടെ ഓർഡർ കിട്ടി. NHPC കമ്പനി അവർക്ക് രാജസ്ഥാനിൽ നിന്ന് പുതിയ സോളാർ പ്രൊജക്റ്റിൻ്റെ ഒരു ഓർഡർ കിട്ടി. PB ഫിൻടെക് കമ്പനി പോളിസി ബസാർ എന്ന് പറയുന്ന ഇൻഷുറൻസ് വണ്ടികളിലെല്ലാം തന്നെ ഇൻഷുറൻസൊക്കെ എല്ലാം തന്നെ ഇഷ്യൂ ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ ഇൻഷുറൻസ് അതോറിറ്റി ആയിട്ടുള്ള IRDA PB ഫിൻടെക്കിനെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് ലൈസൻസ് എല്ലാം തന്നെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു ന്യൂസ്. ബഹാഗിരിയ കെമിക്കൽസ് കമ്പനി സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ഇവർ സ്റ്റോക്ക് ഉയർന്ന വിലയിലുള്ള സ്റ്റോക്ക് ചെറിയ വിലയിലേക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നുള്ള ന്യൂസാണ് ഉള്ളത്. അപ്പോൾ സ്റ്റോക്കിന് കുറച്ചും കൂടി ലിക്വിഡിറ്റി കൂടും. LIC ബന്ധപ്പെട്ട് ഒരുപാട് മൾട്ടിപ്പിൾ ന്യൂസുകൾ നമ്മൾ ഓൾറെഡി തന്നെ കണ്ടിട്ടുള്ളതാണ്. അവരുടെ പുതിയ പോളിസിയിൽ തന്നെ കമ്പനി ഇഷ്യൂ ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ന്യൂസ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഏകദേശം ഒരു 21,740 കോടി രൂപയുടെ ടാക്സ് റീഫണ്ട് കമ്പനിക്ക് തിരികെ ലഭിക്കുന്നു എന്നുള്ള ന്യൂസാണ്. GP പെട്രോ കെമിക്കൽ കമ്പനി ഇവർ ബംഗ്ലാദേശിലുള്ള ന്യൂർ ട്രേഡിംഗ് ആയിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ITA ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള ടെലകോം മാനുഫാക്ചറിങ് കമ്പനിയാണ് ITA. അപ്പോൾ അവർ ഒരു ബാറോസ് എനേബിൾഡ് ഡിജിറ്റൽ സർവീസായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ടെന്നുള്ള ന്യൂസാണ് ഈ ഒരു മൊമെൻറ്റിലുള്ളത്. മറ്റുള്ള ന്യൂസുകൾ നമ്മുടെ ടെലഗ്രാം ചാനൽ ഉണ്ടാവും. നമ്മുടെ ട്രേഡ് ബഡി ടാബുകളെല്ലാം തന്നെ ആക്സസ് ചെയ്യുക. ഫ്രീ ആയിട്ട് തന്നെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. താങ്ക് യു. വൈകിട്ട് 7 മണിക്ക് പോസ്റ്റ് മാർക്കറ്റായിട്ട് എത്താം.